വിളിപ്പേരുള്ള ബാരി യൂജിൻ വിൽമോർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെട്ട് 17 മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഫ്ലോറിഡയിലെ ഫ്ലാഷ് ടൗണിൽ ഇറങ്ങുന്നതിന് ആയിരക്കണക്കിന് ജനങ്ങൾ സാക്ഷിയായി. ISS ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചുള്ള യാത്ര അനിശ്ചിതത്വത്തിലായ 286 ദിവസങ്ങൾ. എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോകുന്ന മാനസികാവസ്ഥയിൽ ഏകധൈര്യം എൻ്റെ യേശുക്രിസ്തുവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിൽമോർ ഏതു പ്രതിസന്ധി സമയത്തും ക്രൈസ്തവ സാക്ഷ്യം നിലനിർത്താം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ഉറച്ച ദൈവവിശ്വാസത്തിന് ഉടമയായ വിൽമോറിൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് അമേരിക്കയിലെ പസദേന ടെക്സാസിലുള്ള പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് പള്ളിക്കാർ. ഇതേ പള്ളിയിലെ എൽഡറാണ് വിൽമോർ. വിൽമോറിനെക്കുറിച്ച് തൻ്റെ പള്ളിയിലുള്ള വിശ്വാസികൾക്ക് നല്ല അഭിപ്രായമാണ്. അവർക്ക് നല്ലതേ പറയാനുള്ളൂ. ഓരോ വിശ്വാസികളുടെയും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു നല്ല ഇടയൻ. വെറും 8 ദിവസത്തേക്ക് മാത്രം ആസൂത്രണം ചെയ്തിരുന്ന ഒരു ദൗത്യം. ആ ദൗത്യം നീണ്ട് 9 മാസങ്ങൾ. വിരസതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ബഹിരാകാശത്തെ ശാരീരിക അസ്വസ്ഥതകളുടെയും അനിശ്ചിതത്വത്തിൻ്റെയും മധ്യത്തിൽ കഴിഞ്ഞ ആ 2 പേർ, സുനിത വില്യംസും ബാരി യൂജിൻ വിൽമോറും. അവർ അനുഭവിച്ച ആകുലതകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി സമയമായിരുന്നു. ജീവിതം ഇനി എങ്ങോട്ട്? തിരിച്ചു വരാൻ കഴിയുമോ? തൻ്റെ കുടുംബം, സുഹൃത്തുക്കൾ, ചിന്തിച്ചാൽ മാനസിക വിഭ്രാന്തിയിലേക്ക് വരെ മാറാവുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത്. നിരാശയുടെ പടുകുഴിയിൽ വീണ് തൻ്റെ വിശ്വാസം വരെ തള്ളിപ്പറയാൻ സാഹചര്യമുള്ളപ്പോൾ വിൽമോർ ആ ബൈബിൾ വചനം ലോകത്തോട് പറഞ്ഞു. എബ്രായർ 11-ാം അധ്യായം മുഴുവൻ വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് തുടങ്ങുന്ന 11-ാം അധ്യായം മുഴുവൻ തൻ്റെ ഭക്തന്മാരെ ദൈവം വിശ്വാസത്താൽ വഴി നടത്തിയ കാര്യമാണ് പറയുന്നത്. പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ ശുശ്രൂഷകനായ വിൽമോറിന്